ആ മരിച്ച വീട്ടുകാരുടെ അവസ്ഥ ഇന്നെന്താണ്? ദൈവമേ എന്ന് ആരെങ്കിലും മനസ്സറിഞ്ഞ് വിളിച്ചാൽ ഏത് ദൈവവും പ്രത്യക്ഷപ്പെടും. ഏത് ദൈവവും നമ്മുടെ കാര്യങ്ങൾ കേൾക്കും. അതിന് ഈ പാവം മിണ്ടാപ്രാണിയെ കുത്തി നോവിക്കണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. ഒരിടത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എടുത്ത് ദൂരെ കളയണം. ദൂരെ കളയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പേ കളഞ്ഞിരുന്നെങ്കിൽ അത്രയും മനുഷ്യജീവൻ ഇവിടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. അത് ആദ്യം എന്താണ്, ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്തി പിടിക്കുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് നല്ല രസം അല്ലേ? അപ്പൊ ആ വീട്ടിലുള്ളവരുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആനയെ, മിണ്ടാപ്രാണിയെ എഴുന്നള്ളിച്ച് കൊണ്ടുപോയി നെറ്റിപ്പട്ടവും കെട്ടി അതിനെ ചൂടത്ത് കൊണ്ടുപോയി ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് ഇങ്ങനെ മണിക്കൂറുകളോളം കൊടും ചൂടത്ത് നിർത്തിയെങ്കിൽ മാത്രമേ ദൈവം പ്രസാദിക്കത്തുള്ളൂ. ഇന്നലെ ഇടക്കൊച്ചി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞു എന്നുള്ള വാർത്ത വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അതിന്റെ കാരണം, ആന ഇടഞ്ഞു എന്ന് പറയുമ്പോൾ ഒരുപാട് അപകട സാധ്യത നമ്മൾ മുമ്പിൽ കാണുന്നു. ജനങ്ങളുള്ള ഒരു വാസസ്ഥലമായിരിക്കും, അല്ലെങ്കിൽ അമ്പലങ്ങളായിരിക്കും, അല്ലെങ്കിൽ പൊതുനിരത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ആന ഇടഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏൽക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഓരോ നാശനഷ്ടങ്ങൾ വിതയ്ക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള വാർത്ത വളരെ ഞെട്ടലോടെയാണ് നമ്മൾ കേൾക്കാറുള്ളത്. കൊടും ചൂടത്ത് മണിക്കൂറുകളോളം നടത്തിക്കൊണ്ടുപോയി ഈ ചങ്ങലയിട്ട് അവരെ എഴുന്നള്ളിപ്പിന്റെ പേരും പറഞ്ഞുകൊണ്ട് തിടമ്പുമൊക്കെ ഇട്ട് ഇങ്ങനെ ഇടക്കൊച്ചിയിൽ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന ആന, അമ്പലത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഉത്സവത്തിനോടനുബന്ധിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ആന ഇടഞ്ഞു, ഒരാളെ കൊന്നു, രണ്ടുപേർക്ക് പരിക്കേറ്റ് പാപ്പാന്മാര് സീരിയസ് ആയിട്ട് കിടക്കുന്നു എന്നൊക്കെയുള്ള വാർത്ത വന്നു അല്ലെ? യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? ഇവിടെ ആരാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്? മിണ്ടാപ്രാണിയാണോ? മറിച്ച് വിവരവും വിവേകവും ഉള്ള മനുഷ്യരാണ് ഇവിടെ ശ്രദ്ധ കൊടുക്കേണ്ടത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾക്കും പുറകെ പോകുമ്പോൾ, അന്ധവിശ്വാസങ്ങളുടെയും അനാചാരത്തിന്റെയും ആചാരാനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ആനകളെ പ്രദർശിപ്പിക്കുന്നത്, ആനകളെ എഴുന്നള്ളിക്കുന്നത്, ആനകളെ ചൂടത്ത് നടത്തിക്കൊണ്ടു പോകുന്നത്. വളരെ കൊടും ചൂടിൽ അവരെ നടത്തിക്കൊണ്ടു പോകുന്നു അല്ലെ? അവർക്ക് വിവേചന ശക്തി ഇല്ലാത്ത മൃഗമാണ്, വെറും ഒരു മൃഗമാണ്. വിവരവും വിദ്യാഭ്യാസവും വിവേചന ശക്തിയും വിവേകം എന്ന് പറഞ്ഞാൽ തിരിച്ചറിവ്, ആ തിരിച്ചറിവുള്ളത് മനുഷ്യർക്കല്ലേ? മനുഷ്യരല്ലേ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ കാരണം? ആ പാവം മിണ്ടാപ്രാണി മനുഷ്യരാണോ? അല്ല, മൃഗങ്ങളാണ്. ആ പാവം മിണ്ടാപ്രാണി മൃഗങ്ങളാണോ ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത്? ആ മൃഗത്തിനോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. മനുഷ്യരുടെ മനസ്സ് നന്നാവണം. എന്തിനാണ് ഈ അമ്പലങ്ങളിൽ ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത്? മിണ്ടാപ്രാണികൾക്ക് ഈ കൊടും ചൂടത്ത് മണിക്കൂറുകളോളം നടത്തിക്കൊണ്ടുപോയി ഈ ചങ്ങലയിട്ട് അവരെ എഴുന്നള്ളിപ്പിന്റെ പേരും പറഞ്ഞുകൊണ്ട് തിടമ്പുമൊക്കെ ഇട്ട് ഇങ്ങനെ മുഖത്ത് അതൊക്കെ തിടമ്പുമൊക്കെ ഇട്ട് നെറ്റിപ്പട്ടമൊക്കെ കെട്ടി ഭയങ്കര ആഘോഷ ചടങ്ങുകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഈ മിണ്ടാപ്രാണിയെ ദ്രോഹിക്കുന്നത്? ആരാണ് ഇതിനൊക്കെ ഇതിന്റെയൊക്കെ നിയമങ്ങൾ വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇന്നോ ഇന്നലെ കേൾക്കാൻ തുടങ്ങിയതല്ല. കാലങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് തന്നെ ഉള്ള ഒരു ആചാര അനുഷ്ഠാനങ്ങളാണ്, അന്ധവിശ്വാസമാണ്. ഈ ആനയെ, മിണ്ടാപ്രാണിയെ എഴുന്നള്ളിച്ച് കൊണ്ടുപോയി നെറ്റിപ്പട്ടവും കെട്ടി അതിനെ ചൂടത്ത് കൊണ്ടുപോയി ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് ഇങ്ങനെ മണിക്കൂറുകളോളം കൊടും ചൂടത്ത് നിർത്തിയെങ്കിൽ മാത്രമേ ദൈവം പ്രസാദിക്കത്തുള്ളൂ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകത്തുള്ളൂ. ഇതൊക്കെ അന്ധവിശ്വാസമാണ്. തൃശ്ശൂർ പൂരം പോലെയുള്ള അവിടെയൊക്കെ എന്തെല്ലാം അപകടങ്ങളാണ്. മനുഷ്യജീവനിൽ കൂടുതലാണോ ഈ മൃഗങ്ങളെയൊക്കെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അവരെ ഈ കൊടും ചൂടത്ത് അവർക്ക് വെള്ളവും ഇല്ല, തീറ്റി ആഹാരവും ഇല്ലാതെ അവർ വനവാസ മേഖലയിൽ ജീവിക്കേണ്ട, സ്വതന്ത്രമായി ജീവിക്കേണ്ട, പറ്റം കൂടി കൂട്ടുകൂടി നടക്കേണ്ട മൃഗങ്ങളാണ് അവര്. മനുഷ്യർക്ക് വിവരമില്ലേ? വിവേകമില്ലേ? മനുഷ്യർക്കല്ലേ തിരിച്ചറിവുള്ളത്? മനുഷ്യർ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ നിർത്തുന്നില്ല? പാവം മിണ്ടാപ്രാണികൾ അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മനുഷ്യരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, മതപരമായ അനുഷ്ഠാനങ്ങൾക്ക്, ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിനായിരിക്കാം, അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാനമാനങ്ങൾ ഉദ്ദേശിച്ചായിരിക്കാം. എന്താണെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ നിർത്തിവെക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇത് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഈ നൂറ്റാണ്ടില് ഇതുപോലെയുള്ള മാണ്ടാത്തരങ്ങൾ എന്ന് പറയാം. എത്രയോ ജീവനുകളാണ് പൊലിഞ്ഞത്. ആ മരിച്ച വീട്ടുകാരുടെ അവസ്ഥ ഇന്നെന്താണ്? ഇന്നലെ ഒരാൾ മരിച്ചു എന്ന് നമ്മൾ പറയുന്നുണ്ട്, രണ്ടുപേർക്ക് സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കുന്നു എന്ന് പറയുന്നുണ്ട്. അവരുടെയൊക്കെ വീട്ടിലെ അംഗങ്ങളുടെ മാനസികാവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കണം, അവരുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കണം. അപ്പോൾ മാത്രമേ ഇതിന്റെ സീരിയസ്നെസ് അല്ലെങ്കിൽ ഇതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയുള്ളൂ. അതുവരെ ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്തി പിടിക്കുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് നല്ല രസം അല്ലേ? അപ്പൊ ആ വീട്ടിലുള്ളവരുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ ഇവിടെ മൃഗമല്ല തെറ്റ് ചെയ്തിരിക്കുന്ന ആദ്യം മനസ്സിലാക്കുക. അവര് വനവാസ ആണ് അവരുടെ ഒരു
ആനയുടെ വാസതാവളം വനത്തിലാണ്. അവരെ ഇലകൾ ഭക്ഷിച്ച് കൂട്ടം കൂടി നടന്ന് അവര് സന്തോഷത്തോടെ നടന്ന് ആരുടെ അടിമയല്ല. എല്ലാ വന്യജീവികൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പം അവരവരുടെ അടിമയല്ല. മനുഷ്യരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യർ കൊണ്ടുവന്ന് അവരെ മെരുക്കിയെടുക്കുക എന്നാ പറയുന്നത്. അവരെ മനുഷ്യരുടെ ഇഷ്ടത്തിനൊത്ത് കൊണ്ടുവരുന്നു. അപ്പൊ എത്രമാത്രം വേദന അവരെ കുത്തി നോവിക്കുന്നു. ലെഫ്റ്റ് ആനെ റൈറ്റ് ആനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്രമാത്രം അവരെ കുത്തി നോവിച്ച് അവരെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ എന്താണ് ഈ നടക്കുന്നത്? ഇതൊക്കെ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, ആരുടെ സന്തോഷത്തിന് വേണ്ടി? ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞിട്ട് അതിക്രമിച്ചിരിക്കുകയാണ്. ഇതൊക്കെ എല്ലാ വർഷവും ഇങ്ങനെ ഈ പൂരത്തിന്റെ അമ്പലത്തിലെ പരിപാടിയാണെന്നും ആഘോഷമാണെന്നും പ്രദക്ഷിണമാണെന്നും നെറ്റിപ്പട്ടം കെട്ടി ഇങ്ങനെ നിന്നെങ്കിൽ മാത്രമേ ദൈവം പ്രസാദിക്കത്തുള്ളൂ. ദൈവമേ എന്ന് മനസ്സറിഞ്ഞ് വിളിച്ചാൽ ഏത് ദൈവവും പ്രത്യക്ഷപ്പെടും. ഏത് ദൈവവും നമ്മുടെ കാര്യങ്ങൾ കേൾക്കും. അതിന് ഈ പാവം മിണ്ടാപ്രാണിയെ കുത്തി നോവിക്കണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. ഒരിടത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. മനുഷ്യരുണ്ടാക്കിയതാണ്. മനുഷ്യരുടെ നേട്ടത്തിന് വേണ്ടി മനുഷ്യരുണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ലാതെ ഒരു ദൈവവും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞാനും ഒരു ഹിന്ദുവാണ്. ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ സങ്കടങ്ങൾ ദൈവത്തോട് പറയാറുണ്ട്. നമ്മള് ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി അമ്പലത്തിൽ പോകാറുണ്ട്, ഉത്സവം കൂടാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അതിലപ്പുറം ഒരു മൃഗത്തിനെ ദ്രോഹിച്ചേ അവരുടെ രക്തം കണ്ടേ അടങ്ങുള്ളൂ, അവരുടെ വേദന കണ്ടേ അടങ്ങുള്ളൂ. അവരെ പഞ്ഞം നിർത്തി, പട്ടിണി നിർത്തി, വെള്ളം കൊടുക്കാതെ, ആഹാരം കൊടുക്കാതെ, ഈ ചൊട്ടുവെള്ളുന്ന പോലുള്ള വെയിലത്ത് അവരെ അവിടെ നിർത്തി ഭ്രാന്തി പിടിപ്പിച്ചത് മനുഷ്യരല്ലേ, ജനങ്ങളല്ലേ? അല്ലാതെ ആ പാവം മിണ്ടാപ്രാണിയാണോ? തെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആരാണ്? മനുഷ്യരാണ്. ആ അപകടം എത്തിച്ചത് ആരാണ്? അപകടം വരുത്തി വെച്ച ആരാണ്? മനുഷ്യരാണ്. നമ്മളാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്, ജനങ്ങളാണ്. ഇതിനെതിരെയാണ് നമ്മൾ ശബ്ദം വരുത്തേണ്ടത്. ഇതിനെതിരെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എടുത്ത് ദൂരെ കളയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പേ കളഞ്ഞിരുന്നെങ്കിൽ അത്രയും മനുഷ്യജീവൻ ഇവിടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. അത് ആദ്യം മനസ്സിലാക്കും. ഒരു കാര്യം നമ്മൾ നടപ്പിലാക്കുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ടത് അപകടം വരുമ്പോഴല്ല, അതിന് മുമ്പായിട്ട് അത് വേണ്ടപ്പെട്ട അതിനായി നിയോഗിക്കപ്പെട്ട അധികാരികളുടെ ശ്രദ്ധ അതിൽ വേണം. എവിടെയാണ് അപകടം ഒഴിവാക്കാൻ പറ്റുന്നത്, എവിടെയാണ് അപകടം വരാൻ സാധ്യത, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടത് ആരാണ്? നമ്മുടെ അധികാരികൾ തന്നെയാണ്. നമ്മുടെ അധികാരികൾ വേണ്ടാത്ത ഒരു നിയമങ്ങളുടെ ആവശ്യമില്ല. ഒരു നിയമം നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി, നിയമം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ സുരക്ഷത്തിന് വേണ്ടിയാണ്, അവരുടെ ജീവന് വേണ്ടിയാണ്, അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്, അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നിയമം എന്ന് നടപ്പിലാക്കേണ്ടത്. നിയമം നടപ്പിലാക്കേണ്ട അധികാരികൾ അവർ വേണ്ട ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് ആരാണ്? ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് അറിയിക്കേണ്ട വിഭാഗം ആൾക്കാർ അറിയിക്കുക. ഇത് രണ്ടും കൂടിയാകുമ്പോൾ ശ്രദ്ധ ചെലുത്തേണ്ടടുത്ത് ശ്രദ്ധ ചെലുത്താനുള്ള ആൾക്കാരും അതിനുള്ള ധൈര്യവും കഴിവും കാണിക്കുകയും വേണ്ടപ്പെട്ട അധികാരികൾ അത് നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ ഓരോ മനുഷ്യന്റെയും ജീവന് സുരക്ഷിതമാണ് ഇവിടെ ഉള്ളത്. നമ്മൾക്ക് വേണ്ടിയാണ് നിയമം, ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ആ ജനങ്ങൾക്ക് വേണ്ടി തന്നെ ആകണം നിയമം എന്നുള്ളത് ആണ് ഒരു പ്രത്യേകത നമുക്ക് പറയാനുള്ളത്. അത് മൃഗങ്ങൾക്ക് അവരുടെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അവർക്ക് നമ്മളെ പോലെ തന്നെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവർക്ക് ദാഹിച്ച് വലഞ്ഞ് അവർക്ക് ആഹാരം കിട്ടാതെ മനുഷ്യരുടെ അടിമയായിട്ട് ജീവിക്കേണ്ടവരല്ല മൃഗങ്ങൾക്ക് വാസസ്ഥലമുണ്ട്, വനമുണ്ട്. അവർ ഇലകൾ ഭക്ഷിച്ച് കാട്ടുവെള്ളം കുടിച്ച് കൂട്ടുകൂടി അവർ പറ്റമായി നടന്നു പോകുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. അവരുടെ ആ സന്തോഷം, അതിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്. അല്ലാതെ ഒരു ദൈവത്തിനെയും പ്രീതിപ്പെടുത്താൻ ഒരാനയുടെ നെറ്റിപ്പട്ടത്തിന്റെ ആവശ്യമില്ല. അത് മനസ്സിലാക്കുക. വിവരവും വിദ്യാഭ്യാസവും വിവേകവും ഉള്ള മനുഷ്യർ ആ ശക്തി ആർജിക്കുക, പ്രതികരിക്കാനുള്ള ശക്തി ആർജിക്കുക, പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടടുത്തോട്ട് പറയാനുള്ള ഒരു ആർജവം കാണിക്കുക. അത് നടപ്പിലാക്കേണ്ട അധികാരികൾ ഒന്നും കണ്ടില്ല എന്ന് വെക്കാതെ സമയോചിതമായി ഇടപെടുക. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം എന്ന് കൊടുക്കാൻ സാധിക്കുന്നു. അന്ന് മാത്രമേ ഇതുപോലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.